നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ തോതിൽ പുനരാരംഭിക്കാനാണ് നീക്കമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കഴിഞ്ഞ 60 ദിവസമായി തുടരുന്ന യുദ്ധവിരാമമൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ ഇതിന് നീട്ടാൻ ഉദ്ദേശമില്ല എന്നൊക്കെ ട്രംപ് വ്യക്തമാക്കുമ്പോൾ ഇറാൻ പുതിയ യുദ്ധമുഖങ്ങൾ തേടുകയാണ് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അമേരിക്ക ശക്തമായ തോതിൽ ഇറാനിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നുവെങ്കിൽ പോലും ഇറാനെ പൂർണ്ണമായും പരാജയപ്പെടുത്താനോ അവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങൾ തകർക്കാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. മാത്രവുമല്ല, ഇറാനാകട്ടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത്. ഗൾഫ് രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ആൾനാശമുണ്ടായി. അതുപോലെ തന്നെ അവിടെ പല ഭാഗങ്ങളിലും ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക്, അതായത് ബഹ്റൈനിലെ 5ാം കപ്പൽപ്പട ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഏറ്റവും സുപ്രധാനമായ താവളങ്ങൾക്കെല്ലാം തന്നെ ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാൻ മറ്റൊരു പുതിയ തന്ത്രമാണ് പ്രയോഗിക്കാൻ പോകുന്നതെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കാനാണ് അവർ പദ്ധതിയിടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെയും അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയൊക്കെ തന്നെ സൈനിക താവളങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഉദാഹരണമായി സൈപ്രസിൽ, അവിടെ UK-ക്ക് ബ്രിട്ടന് ഒരു സൈനിക താവളമുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ അവിടേക്ക് ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും അങ്ങോട്ടൊരു ആക്രമണം നടത്താൻ ഒരു പദ്ധതി ഇടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ അമേരിക്കയ്ക്ക് ബൾഗേറിയയിൽ അവിടെ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്ത എയർ ബേസ് ഉണ്ട്. അവിടേക്ക് ആക്രമണം നടത്താൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡിഗോഗേസയിൽ, അവിടെ അമേരിക്കയും ബ്രിട്ടനും എല്ലാം സൈനിക താവളങ്ങളുള്ള ഒരു മേഖലയാണ്. ഇന്ത്യയോട് കുറച്ച് ചേർന്ന് കിടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഡിഗോഗേസിയ. അവിടേക്കും ആക്രമണം നടത്താനാണ് ഇറാൻ പദ്ധതിയിടുന്നതെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഹോർമൂസ് കടലിനടിയിലൂടെ കടന്നു പോകുന്ന സമുദ്രാന്തര ഒപ്റ്റിക്കൽ ഫൈബർ സംവിധാനം, അതിനെ മുറിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ ഇത് മുറിക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ലോകത്തെ വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒപ്റ്റിക്കൽ ഫൈബർ സംവിധാനം ഇല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ കമ്മ്യൂണിക്കേഷന് ഒരു തരത്തിലുമുള്ള മാർഗമില്ലാതായി മാറുന്നൊരു സ്ഥിതി വരാനും ഇത് ഇടയാക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പദ്ധതിയും ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഡിഗോഗേർസിയയിലെ സൈനിക താവളത്തിന് നേർക്ക് ഇറാൻ മിസൈൽ അയച്ചു എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അമേരിക്ക ഇക്കാര്യത്തിൽ നിശബ്ദത പാലിച്ചുവെങ്കിലും പിന്നീട് അവരും ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നുവെങ്കിലും ഇറാൻ്റെ കൈവശം എണ്ണിയാൽ തീരാത്ത മിസൈലുകളും ഡ്രോണുകളും ഉണ്ട് എന്ന് നന്നായിട്ട് അറിയാം. ഇതുപയോഗിച്ചുകൊണ്ടാണ് അവർ പല ഭാഗങ്ങളിലേക്കും നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബൾഗേറിയയിലേക്കും സൈപ്രസിലേക്കും ഡിഗോഗേസിയയിലും എല്ലാം ആക്രമണം നടത്തിയാൽ അത് അമേരിക്കയെ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വല്ലാതെ ഒറ്റപ്പെടുത്തുന്ന തലങ്ങളിലേക്ക്, അതായത് അമേരിക്ക സഹായിക്കാൻ പോയി വെറുതെ ഞങ്ങൾ പണി വാങ്ങുകയാണെന്നുള്ള ചിന്ത ഈ രാജ്യങ്ങൾക്ക്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇറാൻ കരുതുന്നത്. ഇത് കണക്കാക്കി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആക്രമണം നടത്താൻ അവർ ഒരുമ്പിടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ഒമാന് നേർക്ക് പോലും വേണ്ടി വന്നാൽ തങ്ങൾ ആക്രമണം നടത്തും, ബോംബിടുമെന്നാണ്. ട്രംപ് ആകെ തളർന്ന മട്ടിലാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്ക ഇറാനുമായി സമാധാന ചർച്ച നടത്തുന്നതിനിടയിൽ തന്നെ ഒമാനും സമാന്തരമായി സമാധാന ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചകളുടെ ഫലമായി ഉണ്ടാകുന്ന തീരുമാനം അല്ലെങ്കിൽ ധാരണ തങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന തരത്തിലാണ് എങ്കിൽ ഉറപ്പായും ഒമാനിലും ബോംബിടും എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓരോ ദിവസവും ഓരോ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നിരന്തരം നടത്തുന്ന ഒരു പതിവുള്ള ആളാണ്. പക്ഷേ ഇറാൻ ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റം ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷേ ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ ഒടുവിൽ നീങ്ങുമോ എന്ന് സ്വാഭാവികമായും എല്ലാവരും സംശയിക്കുന്നുണ്ട്. കാരണം ചൈനയും റഷ്യയും ഒക്കെ ഇറാനെ സഹായിക്കാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്കൊപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നിൽക്കാനും കഴിയൂ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് കൊണ്ടുവന്ന് എത്തിക്കുമോ എന്നുള്ള ഭയം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇപ്പോഴും തൻ്റെ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. ഇറാനാണെങ്കിൽ തെല്ലും പിന്മാറാനും തയ്യാറല്ല. ഒത്തുതീർപ്പ് ചർച്ചകളോ എല്ലാം തന്നെ ഇപ്പോഴും പരാജയപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. ആദ്യം മധ്യസ്ഥനായി എത്തിയ പാകിസ്ഥാനെ എങ്ങും കാണാനില്ല. അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് അവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒമാൻ ഇറാനുമായി ചർച്ച നടത്തിയത്. നേരത്തെ ഒമാനിലേക്കൊക്കെ തന്നെ ഇറാൻ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നെങ്കിൽ പോലും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സന്ധി സംഭാഷണത്തിനാണ് അവരും ശ്രമിച്ചത്. പക്ഷേ ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കുകയാണെങ്കിൽ, അവർ ആ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാകും എന്ന് തന്നെ വേണം കരുതാൻ.